നിലമ്പൂർ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും. ബി.ജെ.പി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത്. കേരള കോൺഗ്രസ് മുൻ നേതാവാണ് മോഹൻ ജോർജ്. നിലവിൽ നിലമ്പൂർ കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹം. മാർത്തോമാ സഭാ പ്രതിനിധിയും നിലമ്പൂർ ചെങ്കുത്തറ സ്വദേശിയുമാണ് മോഹൻ ജോർജ്. നിലവിൽ ബി.ജെ.പി. അംഗമല്ലാത്ത മോഹൻ ജോർജ് താമസിയാതെ പാർട്ടി അംഗത്വം എടുക്കുമെന്നാണ് ബി.ജെ.പി. വൃത്തങ്ങൾ നൽകുന്ന സൂചന. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാകും മോഹൻ ജോർജ് നിലമ്പൂരിൽ മത്സരത്തിനിറങ്ങുക. കഴിഞ്ഞ ദിവസം ബി.ജെ.പി. നേതൃത്വം തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി മോഹൻ ജോർജ് പ്രതികരിക്കുന്നുണ്ട്. നിലമ്പൂരിൽ ശക്തമായ മത്സരം നടക്കുമെന്നും മോഹൻ ജോർജ് പറഞ്ഞു. 47 വർഷമായി കേരള കോൺഗ്രസ് ബിയിലെ സജീവ പ്രവർത്തകനാണ് മോഹൻ ജോർജ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ മോഹൻ ജോർജ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെയും യുവജന വിഭാഗത്തിന്റെയും സംസ്ഥാന നേതൃനിരയിലും മോഹൻ ജോർജ് പ്രവർത്തിച്ചിട്ടുണ്ട്. മാർത്തോമാ സഭാ കൗൺസിൽ അംഗം, മാർത്തോമാ കോളേജ് കൗൺസിൽ അംഗം, ചുങ്കത്തറ മാർത്തോമാ ചർച്ച് ഉപാധ്യക്ഷൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു വരികയുമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് താല്പര്യമില്ല എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ബി.ജെ.പിയുടെ കോർ കമ്മിറ്റിയുടെ തീരുമാനം. പകരം ബി.ഡി.ജെ.എസിനോട് മത്സരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മത്സരിക്കാനില്ല എന്ന് ബി.ഡി.ജെ.എസ് നേതൃത്വം അറിയിച്ചതോടെ ബി.ജെ.പി. മത്സര രംഗത്ത് ഇറങ്ങണമെന്ന പ്രാദേശിക സമ്മർദ്ദം ശക്തമാവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബി.ജെ.പി. നേതൃത്വം മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ വിട്ടുനിൽക്കുന്നത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണെന്ന് ആർ.എസ്.എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ മുൻ അസോസിയേറ്റ് എഡിറ്ററുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. പ്രധാന മുന്നണികളായ എൽ.ഡി.എഫും യു.ഡി.എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വിമുഖത കാണിക്കുന്നതെന്നും അദ്ദേഹം ചോദ്യമുയർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാൻ ഇടയാക്കുമെന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കാലാവധി എത്ര ചെറുതായാലും വേണ്ടില്ല, പാർട്ടി അതിൽ പങ്കെടുക്കുമ്പോഴാണ് ജനസ്വാധീനമുണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒളിച്ചോടൽ പാർട്ടിയുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ തടയാൻ ഇടയാക്കുമെന്നും തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമല്ല ഒരു പാർട്ടിയുടെ ലക്ഷ്യമെന്നും മറിച്ച് സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയപ്രചരണം കൂടിയാണ് തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വർഷങ്ങളായി താഴെത്തട്ടിൽ ബി.ജെ.പിയെ വളർത്താൻ പാർട്ടി അനുഭാവികളും പ്രവർത്തകരും ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിരവധി പേരുടെ ജീവൻ ഇതിനായി ബലി കഴിപ്പിച്ചിട്ടുമുണ്ട്. പാർട്ടിയുടെ ഇപ്പോഴത്തെ വളർച്ച ആകസ്മികമായി സംഭവിച്ചതല്ല, നിരന്തരം പ്രയത്നത്തിലൂടെയും സമർപ്പണത്തിലൂടെയും നേടിയെടുത്തതാണെന്നും 2016 നിയമത്തെ വിജയവും 2024 തൃശ്ശൂരിലെ വിജയവും ഇങ്ങനെ ഉണ്ടായതാണെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്. നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തിന്റെ നിലപാട് ജനാധിപത്യ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്നും കോർ കമ്മിറ്റി യോഗത്തിൽ നിലമ്പൂർ വിഷയത്തിൽ അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നുമായിരുന്നു സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. എന്തു തന്നെയാണെങ്കിലും ആർ.എസ്.എസിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനവും അതേസമയം തന്നെ പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായവും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും പി.വി. അൻവർ മത്സരിക്കുന്നതും ബി.ജെ.പി. പുതിയ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുന്നതുമെല്ലാം തന്നെ നിലമ്പൂരിൽ പുതിയൊരു രാഷ്ട്രീയ മാനം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.